അതായത് വനംവകുപ്പ് മേധാവി ആ ഉത്തരവുമായി ബന്ധപ്പെട്ട് സഹകരിച്ചിരുന്നില്ല, അല്ലെങ്കിൽ അനുകൂലമായിരുന്നില്ല ഗംഗാ സിംഗ് എന്നൊക്കെ കേൾക്കുന്നു. അതിനുള്ള കാരണം എന്താണ് CK? അതിന് പൂർണ്ണമായി നമുക്കതിന് സ്ഥിരീകരിച്ച വിവരങ്ങളില്ല. പക്ഷേ നമ്മുടെ കയ്യിൽ ലഭ്യമായ വിവരം അനുസരിച്ച് അത് വിശകലനം ചെയ്താൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതാണ്. 20 ദിവസം മുൻപ് ഈ ആനയ്ക്ക് ഒരു മയക്കുമരുന്ന് ഇതിനെ മയക്കുവെടി വെക്കുകയും അതിനെ ട്രാൻസ്പോർട്ട് ചെയ്ത് ഇതേപോലെ കുങ്കിയാനകളുടെ സഹായത്തോടു കൂടി ലോറിയിൽ കയറ്റി അതിനെ ട്രാൻസ്പോർട്ട് ചെയ്യുകയും മറ്റൊരു സ്ഥലത്ത് ഇറക്കി വിടുകയും ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായും ഏതൊരു ജീവിയെ സംബന്ധിച്ചിടത്തോളം ഈ ട്രാങ്കുലൈസിങ് എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള ആഘാതമുണ്ടാക്കും. ആ ആഘാതം എത്ര ദിവസങ്ങൾ കഴിഞ്ഞാണ് അത് പൂർണ്ണ ആരോഗ്യവാനായി തിരിച്ചു വരിക, അല്ലെങ്കിൽ ഈ ശരീരത്തിൽ അടങ്ങിയ ഈ രാസവസ്തുവിൻ്റെ ഫലം എപ്പോഴാണ് പൂർണ്ണമായും നിർവീര്യമാക്കുക എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ കണക്കുകളുണ്ട്. അത് ഒരു ആനയുടെ ശരീരഭാരം, അതിൻ്റെ പ്രായം, അത് സംബന്ധിച്ച വളരെ വിശദമായ ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ക്രമം തെറ്റിക്കഴിഞ്ഞാൽ അതൊരുപക്ഷെ ആനയുടെ ജീവിതത്തെ സാരമായി ബാധിക്കും. അതുകൊണ്ട് 20 ദിവസം മുൻപ് മയക്കുവെടി വെച്ച ഒരു ആനയിൽ വീണ്ടും മയക്കുവെടി വെക്കുന്നതിന് ഈ ഗംഗാ സിംഗ് ഉൾപ്പെടെയുള്ള ഉന്നതരായ ഉദ്യോഗസ്ഥർ തയ്യാറായിരുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലായിരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതുതന്നെയാണ്. അതായത് 20 ദിവസം മുൻപ് ഈ ആനയിൽ മറ്റൊരു മയക്കുവെടി വച്ചിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല, അതിനെ സമ്മർദ്ദത്തിലാക്കി, അതിന് ശാരീരികമായും മറ്റും സമ്മർദ്ദത്തിലാക്കി അതിനെ ഈയിടെയായി കേരളത്തിന് ഈ ആനയുമായി ബന്ധപ്പെട്ട് കുറേ മിഷനുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. മിഷൻ അരിക്കൊമ്പനൊക്കെ നമ്മൾ എത്രയോ ദിവസം നമ്മൾ കണ്ടതാണ്. അപ്പോൾ അവിടെയൊക്കെ ഈ മയക്കുവെടി ഉച്ചയ്ക്ക് മുൻപ് വെക്കണം, അങ്ങനെ ഒരു പ്രോട്ടോകോൾ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുക. അപ്പോൾ തമിഴ്നാട്ടിൽ അരിക്കൊമ്പനെ പിടികൂടിയപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു, പുലർച്ചെയാണ് മയക്കുവെടി വെച്ചത്. അപ്പോൾ ഇവിടെ ഈ തണ്ണീറിന്റെ കാര്യത്തിൽ ആ ഒരു മാനദണ്ഡം പാലിക്കപ്പെട്ടിട്ടില്ല എന്നുകൂടി ഇപ്പോൾ ഒരു പരാതി കേൾക്കുന്നുണ്ട്. അതിന്റെ കാര്യം കൂടി ഒന്ന് പറയാമോ? തീർച്ചയായും ഇക്കാര്യം നമ്മൾ വനമന്ത്രിയോട് സംസാരിക്കുക കൂടി ചെയ്തു. അപ്പോൾ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ഒരു പരോക്ഷമായി അദ്ദേഹം പറയുന്ന ഒരു തെറ്റ് സംഭവിച്ചു എന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹം അത് പറയുന്നത്. അതിന് പറഞ്ഞ കാര്യം ഇതാണ്: ജനങ്ങളുടെ സമ്മർദ്ദം അത്രമാത്രം വലുതായിരുന്നു എന്നതാണ്. അപ്പോൾ അത്രമാത്രം ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് സമ്മർദ്ദമുണ്ടാകുന്നു. അതൊരു നഗരത്തിൽ നിന്നാണ് ആ സമ്മർദ്ദമുണ്ടാകുന്നത്, അത് കർഷകരിൽ നിന്നാണ്, ആ മേഖലയിൽ നിന്നുള്ള ആൾക്കാരിൽ നിന്നാണ്. എല്ലാം കൂടി ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ആലോചനകളുടെ ഒരു ഫോക്കസ് എന്ന് പറയുന്നത് ഈ മനുഷ്യന് ഇത് ഉപദ്രവിച്ചേക്കുമോ എന്നൊരു ഭീതിയിലേക്ക് കേന്ദ്രീകരിച്ചുള്ള ഒരു നടപടിക്രമമാണ് പാലിച്ചത്. പകരം ആനയ്ക്കെന്ത് സംഭവിക്കും എന്ന ഒരു ആലോചന ഈ ഘട്ടത്തിൽ നടന്നതേയില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ആനയുടെ ഭാഗത്തു നിന്ന് കൂടി ചിന്തിക്കുകയോ മറ്റോ ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത്തരം പരിശോധനകൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 20 ദിവസത്തിന് അകം മറ്റൊരു മയക്കുവെടി കൂടി വെച്ച് കഴിഞ്ഞാൽ ആനയ്ക്ക് എന്തുണ്ടാകും എന്നൊരു അന്വേഷണം നടന്നതിന്. അത് മാത്രമല്ല ഇന്നലെ തന്നെ ബൂസ്റ്റർ ഡോസ് കൊടുക്കാനുള്ള ഒരു തീരുമാനം, അഥവാ എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ ബൂസ്റ്റർ ഡോസ് കൊടുക്കാനുള്ള ഒരു തീരുമാനം കൂടി എടുത്തിരുന്നു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നിർജ്ജലീകരണം സംഭവിച്ചിരുന്നോ എന്നുള്ളത് പരിശോധിക്കാതെ ബൂസ്റ്റർ ഡോസ് വേണമെങ്കിൽ ഒരുപക്ഷെ കൊടുത്തേനെ ഇന്നലെ CK. അതെ, തീർച്ചയായും അതെ. കാരണം ആദ്യത്തെ മയക്കുവെടി വെക്കുന്ന ആ ടെറൈൻ വെച്ച് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും അതൊരു കുറേ കൂടി അപകടകരമായ ഒരു സ്ഥലത്താണ് അത് ചെയ്തിട്ടുള്ളത്. കാരണം അതിൻ്റെ തൊട്ട് ഇടതുഭാഗത്ത്, നമ്മൾ ആന നിൽക്കുന്നതിൻ്റെ ഇടതുഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു ചതുപ്പും അല്ലെങ്കിൽ ഒരു നീർച്ചാൽ ഒഴുകുന്നതിന് പോലുള്ള സമാനമായ സ്ഥലമാണ്. ഏതെങ്കിലും രീതിയിൽ ആന അവിടെ വീണുപോവുകയോ മറ്റോ ചെയ്തിരുന്നെങ്കിൽ അത് തന്നെ വലിയ അപകടത്തിന് കാരണമാകുമായിരുന്നു. അതുകൊണ്ട് ആത്യന്തികമായി ആനയുടെ പക്ഷത്തു നിന്നുള്ള ഒരു ആലോചന, അല്ലെങ്കിൽ ആനയ്ക്ക് എന്ത് സംഭവിക്കും എന്ന രീതിയിലുള്ള ഒരു ആലോചന അവിടെ നടന്നില്ല എന്ന് നമുക്ക് പ്രാഥമികമായി തന്നെ പറയാൻ വേണ്ടി കഴിയും. അതുതന്നെയാണ് ഈ തണ്ണീർക്കൊമ്പൻ ചെരിഞ്ഞു പോകാനുണ്ടായ അതിലേക്ക് എത്തിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും. അതിന് ആവശ്യത്തിന് വെള്ളം കിട്ടിയിരുന്നോ, ആവശ്യത്തിന് ഭക്ഷണം കിട്ടിയിരുന്നോ, അത് ആരോഗ്യവാനായിട്ടാണോ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്, അത് തൊട്ടടുത്ത് വെച്ച് പടക്കം പൊട്ടിയപ്പോൾ പോലും എന്തുകൊണ്ടാണ് അത് തിരിഞ്ഞോടുകയോ മറ്റോ ചെയ്യാതിരുന്നത്, അതിന് ശാരീരികമായ അവശതകൾ ഉണ്ടായിരുന്നോ എന്ന കാര്യം. അതോടൊപ്പം തന്നെ അതിൻ്റെ ഇടത് കാലിൽ ഒരു മുഴ നമ്മളുടെ ഈ ദൃശ്യങ്ങളിൽ തന്നെ പ്രകടമാണ്. പ്രത്യേകിച്ച് നമ്മൾ ഈ മയക്കുവെടി വെച്ചപ്പോൾ ആ മയക്കുവെടി കൊണ്ടതിൻ്റെ തൊട്ട് മുകൾ ഭാഗത്തായിട്ട് ആ മുഴ വളരെ കാര്യമായി തന്നെ കാണാവുന്ന രീതിയിലുമാണ്. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള ആരോഗ്യകരമായ ആനയുടെ ആരോഗ്യാവസ്ഥ സംബന്ധിച്ച ഒരു അന്വേഷണം, ഒരാലോചന, പരിശോധന അവിടെ നടന്നിട്ടില്ല എന്നത് പ്രാഥമികമായി തന്നെ പറയാവുന്നൊരു കാര്യമാണ്. അത് തന്നെയാണ്. ആനയുടെ ആരോഗ്യസ്ഥിതി പരിശോധിച്ചിരുന്നോ? ആന ആരോഗ്യവാനാണോ? ആന വെള്ളം കുടിച്ചിരുന്നോ? ഇത്രയധികം ദൂരം താണ്ടി വന്നൊരു ആനയാണ്, അത് തീറ്റ എടുത്തിരുന്നു. ഇപ്പോൾ പൊതുവെ എല്ലാവരും പറഞ്ഞു കേൾക്കുന്നത് ഇങ്ങനെ
ഇന്നലെ മുഴുവൻ സമയം പൂർണ്ണ സമയവും ആ കൃഷിയിടത്തിൽ വാഴത്തോപ്പിൽ എത്തിയതിനു ശേഷം പിന്നീട് അധിക ദൂരം സഞ്ചരിച്ചിരുന്നില്ല. അവശനായ ആനകളാണ് അങ്ങനെ എളുപ്പം ഭക്ഷണം ലഭിക്കുന്ന ഈ വാഴത്തോപ്പിലും കൃഷിയിടങ്ങളിലും മറ്റും നിലയുറപ്പിക്കുന്നത്. അതായത് സ്വന്തമായി പോയി തീറ്റ കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ഇങ്ങനെ കൃഷിയിടങ്ങളിൽ നിലയുറപ്പിക്കുന്നത് എന്നാണ്. അതായത് ആനയുടെ ആരോഗ്യസ്ഥിതി പരിശോധിച്ചിരുന്നോ എന്നൊരു സുപ്രധാന ചോദ്യവും ഈ ഘട്ടത്തിൽ ഉയരുന്നുണ്ട്.